ഹായ് എല്ലാവർക്കും റിഷ്മി ലോക്സിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. 2025 മോഡൽ ഡിസയറിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റായ ZXi പ്ലസ് വേരിയൻ്റാണ്. ഈ വേരിയൻ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്ര അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസയറിൻ്റെ ZXi പ്ലസ് വേരിയൻ്റിൻ്റെ എക്സ്റ്റീരിയറിൽ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഡി ഇൻസ്പയർഡ് ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഡിസൈനിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഫ്രണ്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് 6 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം നാത്താൻ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് നമുക്ക് DRL കാണാം. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അത് ഹാലജനായിട്ടാണ് കൊടുത്തത്. ഫ്രണ്ടിലെ ഗ്രില്ല് ഞങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സുസുക്കിയുടെ ലോഗോയുടെ താഴെ തന്നെ നമുക്ക് 360 ക്യാമറ കാണാം. ഫ്രണ്ടിൽ ബമ്പർ കാര്യങ്ങളെല്ലാം സ്പോട്ടിൽ നിൽക്കുന്ന തന്നെ രീതിയിലാണുള്ളത്. 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. ഇനി നമുക്ക് വശങ്ങളിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് ആണുള്ളത്. 195/55 R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ 360 ക്യാമറ കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളുടെ ലുക്ക്. ഞങ്ങൾക്ക് കീലെ സെൻറ്റർ ആംഗിൾ ഞങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റേസ് ആംഗിൾ തന്നെ വരുന്നില്ല. ഈ വീട്ടിലൊക്കെ സിംഗിൾ പെയിൻ സൺ റൂഫ് കാണാം. ബാക്കിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇനി ബാക്കിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേണ്ടികളും ബാക്കിൻ്റെ ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടോപ്പ് ലൈറ്റ് ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് D4 ഗ്ലാസ് ആണ്. സെഡാൻ ടൈപ്പ് ആയതുകൊണ്ട് വൈപ്പർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഡിസൈനറുടെ ബാജിങ് ആണ്. വേറെ മറ്റേ വേരിയൻറ്റിൻ്റെ ബാജിങ് ഒന്നും തന്നെ വരുന്നില്ല. ഡെയിലിയിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഫുൾ LED ആയിട്ടാവുന്നത്. ഇത് ട്രയർ ഷേപ്പിലായിട്ടാണ് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. ഇത് റിഫ്ലക്റ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഹാലജനായിട്ടാവുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളാണ്. ബൂട്ട് ലൈറ്റ് ടോപ്പ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരുന്നു. നമുക്ക് ലോഡിങ് ഗ്രിപ്പ് ആംഗിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് വേണം 185/70/14 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻറ്റർ ആംഗിൾ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ പ്രീമിയം ആയിട്ട് തോന്നുന്ന ഇന്ത്യയിലാണ്. ഡോർ പാഡിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. 4 പവർ കൺട്രോൾ. ഡ്രൈവറിലും വേണ്ട 1 ടച്ച് അപ്പ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം സെറ്റിലാണ്. സ്പീക്കർ ബില്ല് കാണാൻ ടൂട്ടർ ബില്ല് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. കീ എന്തായാലും മാറ്റിയിട്ടില്ല. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ കൊണ്ട് കീ ആണുള്ളത്. ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റ് ഫിനിഷ് ആയിട്ടുള്ള സീറ്റുകളാണുള്ളത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വെൻ്റാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പാഡിൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വശത്തേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. 360 ക്യാമറയുടെ വ്യൂ ബട്ടൺ ആണ്. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അങ്ങനത്തെ ഫീച്ചേഴ്സ് ആണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രീമിയം ആയിട്ട് എനിക്ക് തോന്നുന്ന ഇന്ത്യയിലാവുന്നത്. നമുക്ക് എല്ലാം ഇന്ത്യയിൽ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ പ്രീമിയം ആയിട്ട് തോന്നുന്ന ഇന്ത്യയിലാവുന്നത്. നമുക്ക് പല ഗ്യാപ്സ് ഒന്നും ഇല്ലാണ്ട് വളരെ പ്രീമിയം ആയിട്ട് തോന്നുന്ന ഇന്ത്യയിലാണ്. ടോപ്പിലെ ബ്ലാക്ക്, ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ്, ഇവിടെ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു വുഡ് ഫിനിഷൊക്കെ തന്നെ വാഹനത്തിൻ്റെ പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. മറ്റു ഫീച്ചേഴ്സിലേക്ക് കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ വാഹനത്തിൻ്റെ ടോപ്പ് ആൻഡ് വാഹനം കാണുന്ന ലെതർ ആർട്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തത്. കിട്ടാത്ത പോർഷൻസ് സിൽവർ ഫിനിഷ് കൊടുത്തിരുന്നു. നമുക്ക് മൾട്ടി ഫങ്ഷണൽ ആണ്. ഇടവശത്ത് മേസിക്കൻ കൺട്രോൾസും താഴെ ഫോം കൺട്രോൾസ് കാണാം. പല വശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസ്, പല വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാമോളസ്റ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി അനലോഗ് ആയിട്ടുള്ള ഇൻസ്റ്റാമോളസ്റ്റ് ആവുന്നത്. സ്പീഡോമീറ്റർ, ആർപിമീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തെങ്കിൽ നടക്കൂർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫിൽ ഡിസ്റ്റൻസ് 20. നമുക്ക് എല്ലാം അറിയാനായിട്ട് പറ്റും. ഇത്ര കിലോമീറ്റർ ഓടാൻ ബാക്കിയുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണാൻ 9 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ ആണുള്ളത്.
ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വെഹിക്കിൾ ഇൻഫോർമേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ പ്ലസ് 360 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡൻസ് ഉള്ള റിവേഴ്സ് ക്യാമറ ആണ്. നമുക്ക് 2 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഫുൾ സ്ക്രീനിലെ ക്യാമറ മാത്രം കാണാൻ 7 വശത്തോളം ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റ് വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴത്ത് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കാണാം. ഹസാലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. താഴെ ഓട്ടോമാറ്റിക് ലാൻഡ് കൗണ്ടർ കാണാം. 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. EMT ഗേറ്റ് ലെവർ കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് സെൻറ്റർ ആമസ്റ്റ് അങ്ങനെ തന്നെ വലിയ ടോപ്പിൻ്റെ അതുകൊണ്ട് നമുക്ക് ഇവിടെ 12U Type-C ചാർജിങ് പോർട്ടുകൾ കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സുകൾ സംവേഴ്സസ് വിത്ത് മിററാണ്. സെൻറ്റർ IR beams മാനുവൽ ഡിമ്മിങ്ങൾ IR beams ആണ്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉള്ളത്. ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ ഡീസൻറ്റ് സൈസായിട്ട് ഗ്ലോ ബോക്സ് ആണ്. കൂൾ ഫീച്ചർ ഉള്ളതായിട്ട് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ലുക്ക്. നമ്മൾ എടുത്തു വരേണ്ട കാര്യമാണ് സിംഗിൾ പെയിൻ സൗണ്ട് റൂഫ്. ഇത് ഒട്ടടുത്തൊരു ഡിസൈൻ ആണ്. ടോപ്പ് ആൻഡ് ആയിട്ട് നമുക്ക് സിംഗിൾ പെയിൻ സൗണ്ട് റൂഫ് വാങ്ങാം. ടോപ്പ് ആൻഡിൽ മാത്രമാണ് നമുക്ക് സൗണ്ട് റൂഫ് വരുന്നത്. മറ്റു പേരിലും തന്നെ സൗണ്ട് റൂഫ് വരുന്നില്ല. ഒരു 1 ടച്ച് തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരാൻ തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പടയിലും ഡുവൽ ടോൺ കളർ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ചിനുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പൗണ്ടർ കളർ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം സെറ്റിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓർഡേഴ്സ്. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. SFX സൈഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസമായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവറിനെ പോലും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഡിസൈറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ബേസ് വേണ്ടി തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനത്തെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ പെട്രോൾ എഞ്ചിനാണുള്ളത്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഗ്ലോബൽ എൻക്യാപ്പ്. നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ അവൈലബിൾ ആണ്. ഓൺ റോഡ് പ്രൈസിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ബേസ് ചെയ്യുന്നത് നമുക്ക് 8,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. VXIയിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ VXI മാനുവലിന് എല്ലാം നമുക്ക് ഓൺ റോഡ് പ്രൈസ് സിമിലർ ആയിട്ടാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കാണും. അടുത്ത അപ്ഡേറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അടുത്ത ബേസ് വേണ്ടി വീഡിയോ ചെയ്തിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.